ഹായ് മക്കളെ, എൻ്റെ മൈ വില്ലേജ് ഫുഡ് എന്ന ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം ഈ വാഴപ്പിണ്ടി കൊണ്ടുള്ള കട്ട്ലേറ്റാണ്. നമുക്കതൊന്ന് ഉണ്ടാക്കാം. ഇതൊന്ന് പൊളിച്ചെടുത്ത് നമുക്കത് ഉണ്ടാക്കാം. ഇത് നമുക്ക് പൊളിച്ചെടുക്കാവേ. നമ്മുടെ ഈ പിണ്ടി നമുക്കൊന്ന് കഴുകി എടുക്കാവേ. ഇനി ഇതിൻ്റെ ഇത് വട്ടം ചെറുതായിട്ട് അരിഞ്ഞ് അതിൻ്റെ നാരെടുത്ത് കളയണം. അതിനുള്ള ശ്രമമാണ്. പിണ്ടിയുടെ അകത്ത് ഒത്തിരി നാരുള്ളതാണ്, കണ്ടോ? അതിനാണ് ഇത് നമ്മൾ ഇനി എടുത്ത് കളയാനാണ്. നമ്മൾ ആ പിണ്ടി ചെറിയ കഷ്ണങ്ങളാക്കിയതാണിതേ. ഇതിനകത്തുനിന്ന് എടുത്ത നാര അതേണ്ടി, ഇത് കണ്ടോ? ഇതെടുത്ത കളഞ്ഞാലേ അല്ലേ തന്നെ പിണ്ടി എത്ര എന്തായാലും കറുമുറ കടിക്കുന്ന സാധനമാണ്. അതിൻ്റെ കൂടി ഇതുകൂടി ഇരുന്നാൽ നമുക്കൊന്നുകൂടെ. പക്ഷെ നല്ല സാധനമാണ് പിണ്ടി കേട്ടോ. പിണ്ടി, കൂമ്പ, ഇതിലൊക്കെ നല്ലതാണ്. ഇതിൻ്റെ അടിയിലത്തെ മാണം അച്ചാറിടാൻ ബെസ്റ്റാണ്. ഇത് ചെറിയ കഷ്ണങ്ങളാക്കുക കേട്ടോ. ഇതിൽ ചെറിയ കഷ്ണങ്ങളാക്കുക. ആക്കി മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി വേവിക്കണം. നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത പിണ്ടിയാണ്. അതിനകത്തൊരു ലേശം ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് പുരട്ടി വെക്കുക. ഈ പിണ്ടിക്ക് ഇതൊക്കെ പിടിക്കാൻ കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ടാണ് ഇത് ആദ്യമേ പുരട്ടി ഇതേ വെക്കുന്നത്. ഇനി ഇതിനകത്ത് നമ്മൾ കിഴങ്ങ്, പിന്നെ കറിവേപ്പിലയും പിന്നെ പച്ചമുളകും എല്ലാം കൂടെ അരിഞ്ഞിട്ട് നമ്മൾ വേവിക്കണം. അതിന് മുന്നേ ഇത് എവിടെ ഇരിക്കട്ടെ, നമുക്ക് കിഴങ്ങ് എല്ലാം എടുക്കാം. ഇതിനകത്തോട്ട് ഈ ഉരുളക്കിഴങ്ങ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വേവിക്കാനൊരുങ്ങാനാണ്. രണ്ട് മൂന്ന് പച്ചമുളകും കൂടെ നമ്മൾ ഇതിനകത്ത് അരിഞ്ഞിടുന്നുണ്ടേ. എല്ലാവരുടെയും വിചാരം ഈ ഇറച്ചിയൊക്കെ മാത്രം കൊണ്ടേ കട്ട്ലേറ്റ് ഉണ്ടാക്കാനൊക്കത്തുള്ളൂ. നമുക്ക് ഇങ്ങനെ ഇതുമൊക്കെ ചെയ്യാം. ഇത് കറിവേപ്പിലയാണേ. ഇനി നമ്മളിത് അടുപ്പേ വെച്ച് വേവിച്ച് ഉടച്ചെടുത്ത് നമുക്കത് വേവിക്കാൻ വേണ്ടി അടുപ്പ് കൂട്ടാവേ. കിഴങ്ങ് വേകാൻ വേണ്ടിയുള്ള വെള്ളം നമുക്കിതിന് ചേർക്കണേ. പിണ്ടിക്ക് വെള്ളം ഉള്ളതാണ്, അതുകൊണ്ടൊരു ലേശം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഉപ്പൊക്കെ നമ്മൾ ഇട്ടതാണ്.
മൂടി വെക്കട്ടെ. ചിലപ്പം വെന്ത് കിട്ടണേ മൂടി വെക്കണമല്ലോ. നമ്മുടെ ഉരുളക്കിഴങ്ങും പിണ്ടിയും വേവിക്കാൻ വെച്ചു. അത് വേകുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഇത് വാട്ടിയെടുക്കേണ്ട സാധനങ്ങളാണ് അതിന് ചേർക്കാൻ. ഇഞ്ചി, സവോള, വെളുത്തുള്ളി, പച്ചമുളക്, ഇത് മല്ലിയില, കറിവേപ്പില. ഇത് നമുക്ക് അരിഞ്ഞ് പൊളിച്ച് കഴുകി അരിഞ്ഞെടുക്കാം. കട്ട്ലേറ്റിന് വഴറ്റി ചേർക്കാനുള്ള സാധനം ഇത് നമുക്ക് കറിവേപ്പില ഇതിനകത്ത് വാട്ടുമ്പം കഴുകി ചേർക്കണം. ഇനി നമ്മൾ വെച്ച സാധനം വെന്തോന്നൊന്ന് നോക്കാം. ഇവൻ റെഡി ആയിട്ടിരിക്കുക കേട്ടോ. എന്നെ കൂടെ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് ഇത് വെന്ത് ഇതിവിടെ ഇരിക്കട്ടെ. ഇത് ആറണം. അപ്പം നമുക്ക് ഇത് വാട്ടിയെടുക്കാം. കിഴങ്ങും പിണ്ടിയും വെന്ത് വാങ്ങി വെച്ചു. ഇനിയും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവോള ഇതെല്ലാം നമുക്ക് വാട്ടാൻ പോവാം. അതിന് ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വൃത്തിയായിട്ട് വാട്ടിയെടുക്കണം. എളുപ്പം വാടാൻ നമുക്ക് ഇച്ചിരി ഉപ്പുപൊടി ഇട്ട് കൊടുക്കാവേ. പിണ്ടിയും കിഴങ്ങും വേവിച്ച് വെച്ചതിനകത്തുനിന്ന് കിഴങ്ങെടുത്ത് നമുക്കൊന്ന് നല്ല വൃത്തിയായിട്ട് ഞെരടി ഉടച്ചെടുക്കാൻ വേണ്ടിയാണ് ഒരുങ്ങുന്നത്. സവോള ഇഞ്ചി എല്ലാം നല്ലതായിട്ട് വാടിയേക്കുവാണ്. അതിനകത്ത് നമുക്ക് ശകലം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച വാഴപ്പിണ്ടിയാണിത്. ഇതിടുകയാണേ. ഇത് നമ്മൾ വേവിച്ചിട്ട് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങാണേ. ഇതും കൂടി ഇതിനകത്തിട്ട് നല്ലതായിട്ട് ഇളക്കി എടുത്ത ശേഷമാണ് പുതിനയില ഇത് ചേർക്കുന്നത്. ഇനി നമുക്കിതിനകത്ത് ചേർക്കേണ്ടത് മല്ലിയിലയാണ്.
ഇത് നമ്മുടെ കട്ട്ലേറ്റിനുള്ള മാവാണ്. കട്ട്ലേറ്റ് എന്ന് പറയുമ്പം മാവിനകത്ത് ഉണ്ടാക്കുന്നതാണ്. അതിന് പകരമാണ് നമ്മൾ ഈ പിണ്ടി ഇറച്ചി വേവിച്ച് അരിഞ്ഞെടുത്ത ശേഷം മാവിനകത്ത് ഉരുട്ടി മുക്കിയെടുക്കുന്നതാണ്. അത് ഇറച്ചിക്ക് പകരമാണ് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത്. ഇത് നമുക്ക് വാങ്ങി ആറാൻ വെക്കാവേ. നമുക്ക് കട്ട്ലേറ്റിന് വേണ്ടി ഉള്ള മുട്ടയാണേ. മുട്ട നല്ലതായിട്ട് അടിച്ച് പതച്ച് എടുക്കണം. ഇത് നമുക്ക് കട്ട്ലേറ്റിന് വേണ്ട റൊട്ടിപ്പൊടിയാണേ. പിന്നെ വേണേ ആവശ്യത്തിന് എടുക്കാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന പിണ്ടി, വാഴപ്പിണ്ടി. വാഴക്കാമ്പെന്ന് പറയും, വാഴപ്പിണ്ടി എന്ന് പറയും. ഇത് നമുക്ക് ചെറിയ റോളാക്കി കൊടുത്ത് വയ്ക്കാം. ഇത് നമ്മളിങ്ങനെ വേവിച്ച് കുക്കറിനകത്താണെങ്കിലും എളുപ്പം ഉണ്ടാക്കി എടുക്കാം. പക്ഷെ നമ്മൾ അടുപ്പയിലായതുകൊണ്ട് ഇത്രയും സമയം എടുത്തത്. അത് തന്നെയല്ല, ഇത് നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇത് കൂട്ടി നമുക്ക് ചോറുണ്ണാനും കപ്പ വേവിച്ചത് തിന്നാനും ഒക്കെ നല്ല ടേസ്റ്റി സാധനമാണ്. അല്ല കട്ട്ലേറ്റിൻ്റെ തല്ലയല്ല ഇത്. ഇവിടെ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായേ. നമുക്ക് ഇതിനകത്തൊന്ന് അടുക്കി വെച്ചിട്ട് ടേസ്റ്റ് നോക്കാം. നമുക്ക് നമ്മുടെ വാഴപ്പിണ്ടി കൊണ്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടിരിക്കുക. കണ്ടോ, ഇത് കണ്ടിട്ട് നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിത് ഇച്ചിരി വായി വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും എനിക്ക് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നമ്മുടെ കൊച്ചു ചെറുക്കനെ വിളിക്കാം. മോനെ വന്നേടാ, നോക്കിക്കേ. പൊളി, ഒരു രക്ഷയില്ല. വാഴപ്പിണ്ടി കൊണ്ടുള്ള ഉണ്ടാക്കിയ ഐറ്റം ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ തോരനൊക്കെ വെച്ചിട്ടുള്ള കഴിച്ചിട്ടുള്ളൂ. ഇതൊരു രക്ഷയില്ല, പൊളി. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ പേരറിയാമല്ലോ, മൈ വില്ലേജ് ഫുഡ്.